നമ്മൾ മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഭാഷയുടെ ഉപയോഗമാണ്. പണ്ട് നിങ്ങൾ ടൂർ പോകുന്ന സമയത്തൊക്കെ തന്നെ ക്യാമ്പ് ഫയർ ചെയ്യാറില്ലേ? അതായത് വിറക് കത്തിച്ച് അതിന് ചുറ്റുപാടും ഇരുന്ന് കഥ പറയുകയും ചൂട് കായുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യും. മനുഷ്യൻ്റെ പരിണാമ ചരിത്രത്തിൽ ഈ ഒരു പ്രവൃത്തിക്കുണ്ടായിരുന്ന സ്വാധീനം വളരെ വലുതാണ്. നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വരാനുള്ള സാഹചര്യമായിരുന്നു തീയുടെ കണ്ടുപിടുത്തവും കമ്മ്യൂണിക്കേഷൻ്റെ കണ്ടുപിടുത്തവും, അതായത് ഭാഷയുടെ കണ്ടുപിടുത്തവും. അപ്പോൾ രാത്രികാലങ്ങളിൽ വന്യമൃഗങ്ങളെ അകറ്റി നിർത്തുന്നതിനും തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേണ്ടി ഇങ്ങനെ കൂട്ടിയിട്ടിരുന്ന് കത്തിച്ചതിന് ശേഷം പരസ്പരം സംസാരിക്കുമ്പോഴാണ് അവിടെ കമ്മ്യൂണിറ്റികൾ രൂപപ്പെട്ടിട്ടുണ്ടാവുക, സംസാരിക്കാനുള്ള ഭാഷ രൂപപ്പെട്ടിട്ടുണ്ടാവുക. മനുഷ്യന് മാത്രമുള്ളൊരു ക്വാളിറ്റിയാണ് എല്ലാ കാര്യങ്ങളും പറയാനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളത്. എന്നാൽ സംസാരം എന്നതിനേക്കാൾ ഉപരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ഏകദേശം എല്ലാ ജീവജാലങ്ങൾക്കും സാധിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുപാടുമുള്ള ചെറിയ ജീവജാലങ്ങൾക്കല്ല, വലിയ ജീവജാലങ്ങൾക്ക്. അത് കാക്കയായാലും കുയിലായാലും നായയായാലും പൂച്ചയായാലും ആനയായാലും ഡോൾഫിനായാലും അവരൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഇണയെ ആകർഷിക്കുന്നതിന്, അപകടം കാണുമ്പോൾ, ഭക്ഷണം കിട്ടുമ്പോൾ, വേദന വരുമ്പോഴൊക്കെ തന്നെ അവർ ശബ്ദം പുറത്തു വിടുകയും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ മനുഷ്യന് എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറാനുള്ള എന്ത് പ്രത്യേകതയാണ് പരിണാമത്തിലൂടെ ലഭിച്ചത് എന്നുള്ള ചോദ്യം കുറേ കാലമായി ഗവേഷകരെ അലട്ടുന്നുണ്ട്. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന വോക്കൽ കോഡ്, ശബ്ദമുണ്ടാക്കാൻ സഹായിക്കുന്ന ഈ ഒരു തൊണ്ടയിലുള്ള അവയവം, നാക്കിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം, തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ പ്രവർത്തനം എന്നിവയൊക്കെ തന്നെയാണ് നമ്മളെ കൃത്യമായ രീതിയിൽ ഇങ്ങനെ നിർഗളമായി സംസാരിക്കാൻ സഹായിക്കുന്നത്. എന്നാൽ മറ്റ് ജീവജാലങ്ങൾക്ക് ഇതില്ലേ? ഇപ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജനിതക ഘടകത്തിൽ നിന്നാണ്. നമ്മളാക്കി മാറ്റിയിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ DNA-യും അതിനകത്തുള്ള ജനിതക ഘടകങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രോട്ടീനുകളുടെ സ്വാധീനവും അങ്ങനെ ഉണ്ടാകുന്ന ഈ ന്യൂറോളജിക്കൽ കോർഡിനേഷനുകളുടെ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഒരു വ്യക്തിക്ക് കൃത്യമായ രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാനും അതിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മൊത്തത്തിലുള്ള അവബോധത്തിനും കാരണമാവുന്നത്. അങ്ങനെ കുറേ കാലം ഗവേഷകർ അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ്റെ DNA-ക്കകത്തുള്ള പല ജീനുകളെയും, ജീൻ എന്ന് പറയുമ്പോൾ DNA-യുടെ ഒരു പാർട്ടാണ്, അതിനെയൊക്കെ തന്നെ എടുത്ത് ജനിതകപരമായിട്ടുള്ള എഞ്ചിനീയറിങ്ങിലൂടെ എലികളിലും മറ്റും റീപ്ലേസ് ചെയ്ത് നോക്കി പരീക്ഷണങ്ങൾ ഒരുപാട് ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. ക്രിസ്പർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലത്തെ സിമിലർ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ജീവിയെ ജനിക്കാൻ സാഹചര്യം ഉണ്ടാകുന്ന എംബ്രിയോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സൈഗോട്ടാണ് കുറച്ചുകൂടെ കൃത്യമായ പദം. ഈ സ്പേമും അണ്ടവും ചേർന്നുകൊണ്ട് ആദ്യത്തെ സിംഗിൾ സെല്ലിൽ ഉണ്ടാകുമ്പോൾ ഈ സിംഗിൾ സെല്ലിൽ എല്ലാ ശരീരഭാഗവും വളർന്നു വരുന്നതിന് ആവശ്യമായ ഇൻസ്ട്രക്ഷനുകൾ DNA-യുടെ രൂപത്തിലുണ്ട്. അതിനകത്ത് വരുത്തുന്ന ഏത് മാറ്റവും ആ ജീവിയെ മൊത്തത്തിൽ ബാധിക്കും. ഇങ്ങനെ അത് ജനിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആ സിംഗിൾ സെല്ലിനകത്ത് ജീൻ എഡിറ്റിംഗ് നടത്തി എലികളെ ജനിപ്പിച്ചപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങളും പഠിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ മാസം പുറത്തു വന്ന താജിമ എന്ന് പറയുന്ന ഒരു ഗവേഷകൻ്റെ നേതൃത്വത്തിലുള്ള ടീം മനുഷ്യന് സംസാരിക്കാൻ സഹായിക്കുന്ന ജീനിനെ എലികളിലേക്ക് കുത്തിവെച്ചതിന് ശേഷം, കറക്റ്റ് പറഞ്ഞാൽ ജീൻ എഞ്ചിനീയറിംഗ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് വരുത്തിയതിന് ശേഷം അത്തരം എലികളെ വളർത്തിയെടുത്തപ്പോൾ വ്യക്തമായ രീതിയിലുള്ള ശബ്ദ വ്യതിയാനങ്ങൾ കാണാൻ സാധിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജീനാണ് നമ്മുടെ DNA-യിൽ കാണപ്പെടുന്ന NOVA1. പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞർ നമ്മൾ സംസാരിക്കുന്നതിലും ചലിക്കുന്നത് നിയന്ത്രിക്കുന്നതിനും ഒക്കെ തന്നെ ഏറ്റവും പങ്ക് വഹിക്കുന്ന ജീൻ ഏതാണ് എന്നുള്ള ചോദ്യത്തിന് FOXP2 ജീനിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ NOVA1 എന്ന് പറയുന്ന ജീൻ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ പരിണാമത്തിൽ സത്യത്തിൽ വളരെ ആഴത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇടക്കാലത്ത് വെച്ച് നടന്ന ചില ഗവേഷണങ്ങളിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ NOVA1 എന്ന് പറയുന്ന ജീനിലെ ചെറിയ വ്യത്യാസം പോലും നിയാണ്ടർത്താനുകളും ഡെനിസോവകളും പോലുള്ള നമ്മുടെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള മറ്റ് സ്പീഷീസുകളിൽ നിന്നും ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യ സ്പീഷീസിനെ വേർതിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ തലച്ചോറിലെ പ്രധാനപ്പെട്ട ഒരു റെഗുലേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ ജീനും അതുവഴി ഉണ്ടാകുന്ന പ്രോട്ടീനും ചെയ്യുന്നത്. മനുഷ്യനെ നമ്മുടെ ഗ്രഹത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി സഹായിച്ച വളരെ വിപുലമായിട്ടുള്ള ഒരു നേട്ടമായിരുന്നു ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ. അപ്പോൾ അതിന് പിന്നിൽ ഈ ഒരു ജീൻ തന്നെ ആയിരിക്കുമോ? ഈ ഒരു ചോദ്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ശാസ്ത്രജ്ഞർ ജനറ്റിക്കലായിട്ടുള്ള സ്റ്റഡീസ് നടത്തി. അതേപോലെ തന്നെ മസ്തിഷ്കത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ DNA-യിൽ അടങ്ങിയിരിക്കുന്ന NOVA1 എന്ന് പറയുന്ന ജീനിന് സമാനമായ ജീൻ നമ്മൾ എലികളിൽ റീപ്ലേസ് ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് ഇതിൻ്റെ ഫലങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റിയത്. NOVA1 ജീൻ എന്ന് പറയുന്ന ജീനിൻ്റെ മാറ്റങ്ങൾ നെർവ് ഉണ്ടല്ലോ, അതായത് ന്യൂറോണുകൾ ഉണ്ടാകുന്നതിനും അവ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും തലച്ചോറിനെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു.
അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പണ്ട് കാലത്തുള്ള ആദിമ മനുഷ്യരിൽ ഇപ്പോൾ പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, സംസാരം, കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവ്, സൊസൈറ്റലായിട്ടുള്ള പെരുമാറ്റ രീതി എന്നിവയുടെ വികാസത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല ഇത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ വർക്ക് ചെയ്യുന്ന ന്യൂറോൺസിൻ്റെ 90% ജീനുകളെയും സ്വാധീനിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു ശേഷി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ജീൻ ഒരു ക്വാളിറ്റി തരുന്നതല്ല. ഒരു ജീനിന് തന്നെ ഒന്നിലധികം ഡ്യൂട്ടികൾ ചെയ്യാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഈ NOVA1 എന്ന് പറയുന്ന ജീനിന് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് തലച്ചോറിലെ 90% കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതുവരെ മനസ്സിലാക്കിയതിൽ വെച്ച് ഏറ്റവും ഇൻഫ്ലുവൻസ് നടത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ജീനാണിവ. എന്താണ് NOVA1 അഥവാ NOVA1? ന്യൂറോ ഓങ്കോളജിക്കൽ വെൻട്രൽ ആൻറ്റിജൻ 1 എന്ന പേരിൻ്റെ ചുരുക്കപ്പേരാണ് NOVA1. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് ആദ്യം ഗവേഷകരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇത് ന്യൂറോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. നാഡീരോഗങ്ങൾ, ക്യാൻസറുകൾ തുടങ്ങിയവയുടെ ഗവേഷണത്തിലാണ് NOVA1 കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഇമ്പ്രൂവ് ആവുന്നതിനും അതിന് എക്സ്പാൻഷൻ ഉണ്ടാവുന്ന അതിൻ്റെ വർക്കിംഗ് എക്സ്പാൻഡ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി. പക്ഷേ DNA-യിൽ നിന്ന് പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു ജനറ്റിക്കൽ പാർട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, നിർദ്ദേശങ്ങൾ, അത് പ്രോട്ടീനുകളെ എൻകോഡ് ചെയ്തുകൊണ്ടാണ് ന്യൂറോളജിക്കൽ പ്രോട്ടീനുകളായിട്ട് പ്രവർത്തിക്കുകയും ന്യൂറോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അതായത് ഈ NOVA1 ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ ന്യൂറോണുകൾക്ക് ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6,50,000 ആളുകളെ പഠിച്ചതിൽ 6ഓളം ആളുകൾക്ക് NOVA1 എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ബാക്കിയുള്ളവർക്കുള്ളതുപോലെ ഇല്ല. സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ഈ എടുക്കുന്ന 6 ലക്ഷത്തിലധികം സാമ്പിളുകളും അൺനോൺ ആയിട്ടുള്ള രീതിയിലാണ് വെരിഫൈ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആരിൽ നിന്ന് എടുത്തു എന്ന് കണക്കാക്കാറില്ല. സോ ഈ 6 പേർ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ NOVA1 ഇല്ലാത്ത മനുഷ്യർ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ നോളജിൻ്റെ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൊഗ്നിറ്റീവ് ഇഷ്യൂസ്, മൂവ്മെൻറ്റിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സൊസൈറ്റിയുമായിട്ട് ഇടപെടുന്നതിൽ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാസ്റ്റർ സ്വിച്ച് ബോർഡായി പ്രവർത്തിക്കുകയും നമുക്ക് പ്രകടമാകുന്ന സ്വഭാവത്തിൻ്റെ 90%-ലും NOVA1 ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള ഗവേഷണമാണ് സത്യത്തിൽ എലികളിലേക്ക് ഈ ജീനിനെ റീപ്ലേസ് ചെയ്തതിന് ശേഷം വളർത്തിയെടുത്താൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ നമുക്ക് NOVA1 ജീനിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഭാവിയിൽ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം തുടങ്ങിയ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്നത്. ഈ NOVA1 വരുന്നതിന് മുൻപ് FOXP2 എന്ന് പറയുന്ന മറ്റൊരു ജീനായിരുന്നു ഇതിനെല്ലാം പിന്നിലുള്ളതെന്നാണ് ഗവേഷകർ വിചാരിച്ചു വെച്ചിരുന്നത്. അവരതിനെ എലികളിലേക്ക് കൊടുക്കുകയും ആ എലികൾ വളർന്നു വന്നതിന് ശേഷം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ സത്യത്തിൽ കമ്മ്യൂണിക്കേഷനിൽ വേരിയേഷൻ ഉണ്ടായി. പക്ഷേ എലികൾ സ്മാർട്ടായിരുന്നില്ല, അവർക്ക് ഡോപ്പമിൻ്റെ കുറവുണ്ടായിരുന്നു. സോ FOXP2 എന്ന് പറയുന്ന ഒരു ജീനിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ജീൻ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അത് മറ്റു സ്വഭാവ ഗുണങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ FOXP2 മനുഷ്യന് മാത്രമല്ല, മനുഷ്യന് മുമ്പുള്ള നിയാണ്ടർതാൻസിൽ തുടങ്ങി ഏകദേശം എല്ലാ മാമൽസിലും കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു പെക്യുലർ ആയിട്ടുള്ള ഒരു ജീനല്ല എന്നും ഇത് മനുഷ്യനിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം വരുത്തുന്നില്ല, അല്ലെങ്കിൽ സംസാരശേഷിയിൽ മനുഷ്യന് മാത്രം ഒരു ക്വാളിറ്റി തരുന്നില്ല എന്നുമാണ് ഗവേഷകർ മനസ്സിലാക്കിയത്. പക്ഷേ മനുഷ്യൻ്റെ NOVA1 എന്ന് പറയുന്ന ജീന് മറ്റ് സസ്തനികളിലും നിയാണ്ടർതാൽസിസിലും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു വലിയ മോളിക്കുലർ പാറ്റേൺ, DNA പാറ്റേണിലെ 197ാമത്തെ പൊസിഷനിലുള്ള ഒരു പ്രോട്ടീൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യന് വ്യത്യസ്തമാണ്. ബാക്കി എല്ലാ ജീവജാലങ്ങളിലും മനുഷ്യൻ്റെ പൂർവികരിലും ഐസോലൂസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് 197ാമത് പൊസിഷനിലുള്ളത്. അതിന് പകരം നമുക്കുള്ളത് വലൈൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഇത്രയും വലിയ കണ്ണിയിലെ ഒരു ചെറിയ ഏരിയയിലുള്ള പ്രോട്ടീനിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറിയ വ്യത്യാസമായി തോന്നാമെങ്കിലും നമ്മുടെ മോളിക്കുലാർ ബയോളജിയിൽ ഇതൊരു വളരെ വലിയ മാറ്റമാണ്. ഒരു ചെറിയ അമിനോ ആസിഡിനുണ്ടാകുന്ന മാറ്റം പോലും, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രോട്ടീനിൻ്റെ പ്രവർത്തനത്തിലെ ചേഞ്ച് പോലും ഒരു വലിയ സ്വഭാവ സവിശേഷത ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ടായി. അതായത് ഈ NOVA1 എന്ന് പറയുന്ന ജീനുകൾ ഏകദേശം 50,000 മുതൽ 1,00,000 വർഷങ്ങൾക്കിടയ്ക്ക് മുമ്പ് പരിണാമത്തിലൂടെ ഹോമോസാപ്പിയൻസിന് മാത്രം ഉരുത്തിരിഞ്ഞ് വന്നതാണെന്നും അതിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ മെക്കാനിസവും ഭാഷയും നോളജിൻ്റെ കൈമാറ്റവും ഒക്കെ ഉണ്ടായി നമ്മുടെ ന്യൂറോളജിക്കൽ മേഖലയിൽ, തലച്ചോറിൻ്റെ ന്യൂറോളജിക്കൽ ഏരിയാസിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി. നമ്മൾ കമ്മ്യൂണിക്കേഷനിലായാലും അതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലായാലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായി ഗവേഷകർ പറയുന്നു. അങ്ങനെ ഭാഷയും വൈജ്ഞാനിക ശേഷിയുടെയും കാര്യത്തിൽ മനുഷ്യനെന്ന് പറയുന്ന ജീവിവർഗത്തിൽ വ്യത്യാസമുണ്ടാക്കാൻ ഈ ഒരു വലൈൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനോ ആസിഡ് 197ാമത്തെ പൊസിഷനിൽ NOVA1 വന്നതാണ് പ്രധാന കാരണം.
അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മനുഷ്യവംശങ്ങൾ എന്തുകൊണ്ട് ഹോമോ സാപ്പിയൻസിനോട് പോരടിച്ചില്ലാണ്ടായി കാണും, അല്ലെങ്കിൽ അവർ ഇതുപോലെ അതിജീവിച്ചില്ല? ഉദാഹരണത്തിന് നിയാണ്ടർതാലുകളും ഡെനിസോവകളും ഒക്കെ അതിജീവിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഇല്ലായിരുന്നു. നമ്മളെപ്പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ പറയുന്ന ആശയങ്ങൾ കൈമാറാനുമുള്ളൊരു ശേഷി ഉണ്ടായിരുന്നില്ല എന്ന് ഗവേഷകർ പറയുന്നു. ഇതാണ് FOXP2 നിന്ന് നോവ 1 വ്യത്യാസം. ഇതുകൊണ്ടാണ് എലികളുടെ സിംഗിൾ സെല്ലായിട്ടുള്ള ആ ഒരു സൈഗോട്ടിനകത്തേക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നോവ 1 എന്ന് പറയുന്ന പുതിയ ജീനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളർത്തിയെടുത്തത്. അങ്ങനെ വളർത്തിയെടുത്ത എലികളിൽ വ്യത്യസ്തമായിട്ടുള്ള ട്വീക്കിംഗ്, അവരുടെ ശബ്ദങ്ങൾ കാണാൻ ഗവേഷകർക്ക് സാധിച്ചു. മാത്രമല്ല അതിന് ഫ്രീക്വൻസി വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും കണ്ടില്ല. എങ്കിലും ഈ ജീവികൾക്ക് എന്തെങ്കിലും ഒരു എവല്യൂഷണറി അഡ്വാൻറ്റേജ് പോലെ ഈ ജീൻ എഡിറ്റിംഗ് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ആണായിട്ടുള്ള എലികൾക്ക് ഇത്രയും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും അവരുടെ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ശബ്ദത്തിൻ്റെ ശേഷി, കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി എലികൾക്ക് മനസ്സിലാവാനും അത് ഡീകോഡ് ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ് തിരിച്ചറിയാനുമുള്ള ശേഷി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഒരു വലിയ എലിവർഗത്തിനിടയിൽ ഇത്തരം ജീൻ എഡിറ്റിംഗ് എന്ന ജീവികൾ അതിജീവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഗവേഷകർ നടത്തിയ ഒരു പഠനം. സ്വാഭാവികമായിട്ടും മനുഷ്യനിൽ നിന്ന് എലികളിലേക്ക് നമ്മൾ നമ്മുടെ ക്വാളിറ്റികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഭാവിയിൽ ഹൈബ്രിഡ് ജീവികൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തെയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്വാളിറ്റികൾ ഉള്ളത് എന്ന് ജീൻസിൽ നിന്ന് തിരിച്ചറിയാനും അതിലൂടെ നമ്മുടെ ക്വാളിറ്റികൾ മറ്റ് ജീവികൾക്ക് കൊടുക്കുകയും ചെയ്താൽ മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന, ആശയവിനിമയം നടത്തുന്ന ജീവജാലങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. പക്ഷേ എന്തിന് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് അൺഎത്തിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നുള്ളത്. അപ്പോൾ ഭാവിയിലുള്ളൊരു എത്തിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ സൈഗോട്ട് ഉണ്ടല്ലോ, അതായത് ഒരു മനുഷ്യൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏകകോശ ജീവി, അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും ചേർന്ന് കൊണ്ടുണ്ടാകുന്ന ആദ്യത്തെ ഫസ്റ്റ് സെല്ല്, ഈ ഒരു ഭ്രൂണത്തിനെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ജീൻ എഡിറ്റിംഗ് വരുത്തിയിട്ട് അതിനകത്തുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് കുഞ്ഞിനെ നല്ല ഹെൽത്തി ആക്കുന്നുവെങ്കിലും ഓക്കെ. പക്ഷേ ഡിസൈഡ് ആയിട്ടുള്ള രീതിയിൽ കണ്ണിൻ്റെ നിറം, തൊലിയുടെ നിറം, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ തന്നെ എക്സ്റ്റേണലി കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു എത്തിക്കൽ ഇഷ്യൂ ഉണ്ടാവും. സൂപ്പർ ഹ്യൂമൻസ് ഉണ്ടാവാൻ കാരണമാവും. അത് ഭാവിയിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാം, എത്തിക്കൽ ഇഷ്യൂ ഉണ്ടാവും. നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പകരം എഞ്ചിനീയർ ചെയ്ത ഒരു മനുഷ്യൻ്റെ ആർമി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം ഈ വിഷയം ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വൈകല്യങ്ങളെയും അസുഖങ്ങളെയും തിരിച്ചറിഞ്ഞ് പരിഹരിച്ചിട്ട് നല്ല രീതിയിലുള്ള ആരോഗ്യമുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാൻ ജീൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് സാധിക്കും. ഉദാഹരണത്തിന് അമ്മയിൽ നിന്ന് പകർന്നു കിട്ടുന്ന മൈറ്റോകോൺട്രിയാണ് എല്ലാ ഓസ്പ്രിങ്സിനും, എല്ലാ കുട്ടികളുടെയും ശരീരത്തിലെ എനർജി സോഴ്സ്. ആണുങ്ങളിൽ നിന്ന് കോശങ്ങൾക്ക് മൈറ്റോകോൺട്രിയ ലഭിക്കാറില്ല, മൈറ്റോകോൺട്രിയ റീകമ്പൈൻ ചെയ്യാറില്ല. അമ്മമാരിൽ നിന്ന് ഷെയർ ചെയ്താണ് മൈറ്റോകോൺട്രിയ മനുഷ്യരിൽ എല്ലാവരിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഈ മൈറ്റോകോൺട്രിയയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിഫക്റ്റുകൾ കുഞ്ഞുങ്ങളുടെ എനർജിയെയും അതുപോലെ തന്നെ അസുഖം വരാനുള്ള സാധ്യതയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ മൂന്നാമത് മറ്റൊരു സ്ത്രീയുടെ മൈറ്റോകോൺട്രിയ എടുത്ത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സംവിധാനമുണ്ട്. പക്ഷേ അത് ഇതുവരെയും ലീഗലായിട്ട് ചെയ്തിട്ടില്ല. ഇതാണ് ഈ ഡിസൈൻഡ് ബേബി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സത്യത്തിൽ എലികളിലേക്ക് മനുഷ്യൻ്റെ ക്വാളിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുമ്പ് ഞാൻ ഷോർട്സ് ചെയ്ത പോലെ മാമോത്തുകളുടെ രോമം പോലെയുള്ള രോമങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുന്ന എലിയെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറയുന്നത് പ്രോമിസിങ് ആണ്. അത് മെഡിക്കൽ ഫീൽഡിൽ വളർന്നു വരും. എങ്കിലും ഇത്തരത്തിലുള്ള എത്തിക്കൽ കൺസേണുകളെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂ. എന്തായാലും ശാസ്ത്രം ഇപ്പോൾ മറ്റൊരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ഒരുപക്ഷെ നമ്മളോട് സംസാരിക്കുന്ന നായ്ക്കുട്ടികളും പൂച്ചകളും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മളിൽ നിന്നെടുത്ത ജീൻ വെച്ച് തന്നെ എഡിറ്റ് ചെയ്ത കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടം പണമുള്ളവന് രൂപീകരിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ആക്ച്വലി ഈ ഒരു പരീക്ഷണം. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ.